ബംഗാളിൽ വീണ്ടും അക്രമ രാഷ്ട്രീയം തെരുവിലേക്ക്. ഇത്തവണ ലക്ഷ്യം വോട്ടർ പട്ടിക പുതുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരും സർക്കാർ ഓഫീസുമൊക്കെയാണ്. റാം വേറെ റഹീം വേറെ എന്ന വർഗീയ വേർതിരിവ് ഉയർത്തി ഒരു നിയമസഭാംഗം തന്നെ അക്രമത്തിന് നേതൃത്വം നൽകുമ്പോൾ ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കപ്പെടുകയാണ് ബംഗാളിൽ. ഫറാക്കയിലെ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിൽ നടന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. മുർഷിദാബാദിലെ ഫറാക്ക BDO ഓഫീസിലാണ് നാടകീയമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ SIR നടപടികൾ തടസ്സപ്പെടുത്താൻ തൃണമൂൽ കോൺഗ്രസ് MLA മണിരുൾ ഇസ്ലാമിന്റെ നേതൃത്വത്തിലുള്ള ജനക്കൂട്ടം ഇരച്ചുകയറി. ഫർണിച്ചറുകൾ തല്ലിത്തകർത്തു, ഔദ്യോഗിക ഫയലുകൾ വലിച്ചുവാരി എറിഞ്ഞു. ഈ അക്രമത്തിനിടെ ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഒരു ജനപ്രതിനിധി തന്നെ അക്രമത്തിന് ആഹ്വാനം നൽകി എന്നതാണ് ഈ സംഭവത്തെ ഗൗരവകരമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുസ്ലിങ്ങളുടെ രേഖകൾ മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഹിന്ദുക്കളുടെ രേഖകൾ ചോദിക്കുന്നേ ഇല്ല എന്നുമൊക്കെയാണ് മണിരുൾ ഇസ്ലാം പരസ്യമായി പ്രസംഗിച്ചത്. റഹീമിനെതിരെ പരാതി ഉയരുന്നു, പക്ഷേ റാമിനെതിരെ ഇല്ല എന്ന MLAയുടെ പരാമർശം ജനക്കൂട്ടത്തെ പ്രകോപിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനെ പോലും മതത്തിന്റെ പേരിൽ വേർതിരിക്കാനുള്ള ഈ ശ്രമം ഭരണകൂടം നൽകുന്ന പിന്തുണയോടെ ആണോ എന്നുള്ള ചോദ്യം പോലും ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഫറാക്കയിൽ സംഭവിക്കുന്നത്? വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഒഴിവാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന കർശനമായിട്ടുള്ള പരിശോധനയാണ് SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. എന്നാൽ ഈ നടപടി തങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ജോലിഭാരം ചൂണ്ടിക്കാട്ടി രാജിവെച്ച 100ഓളം ബൂത്ത് ലെവൽ ഓഫീസർമാരും ഇതിന് പിന്നിലുണ്ട്. മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ കൂടുതൽ നോട്ടീസ് നൽകുന്നു എന്നതാണ് ഇവരുടെ പരാതി. വർഷങ്ങൾക്ക് മുൻപ് തിരുത്തൽ വരുത്തിയ വോട്ടർമാരോട് ഇപ്പോൾ പഴയ രേഖകൾ ആവശ്യപ്പെടുന്നത് ഉപദ്രവിക്കാനാണെന്നാണ് ഇവരുടെ വാദം. എന്നാൽ നിയമപരമായ നടപടികളെ വർഗീയവൽക്കരിച്ചുകൊണ്ട് സർക്കാർ ഓഫീസ് തല്ലിത്തകർക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ സംഭവത്തിന് പിന്നാലെ ബംഗാളിൽ രാഷ്ട്രീയ പോര് മുറുകുകയാണ്. മമതാ ബാനർജിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തുടനീളം അക്രമങ്ങൾ നടക്കുന്നതെന്ന് BJP ആരോപിക്കുന്നു. ഒരു ബ്ലോക്ക് ഓഫീസ് തകർക്കാൻ MLAക്ക് ആരാണ് അധികാരം നൽകിയതെന്നും നിയമം കയ്യിലെടുക്കുന്നവർക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി നൽകുമെന്നും BJP MLA ഗൗരി ശങ്കർ ഘോഷ് പ്രതികരിച്ചു. നിലവിൽ BDO ജുനൈദ് അഹമ്മദിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്വന്തം ഓഫീസിനുള്ളിൽ പോലും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ് ബംഗാളിൽ നിലനിൽക്കുന്നത്. വോട്ടർ പട്ടിക സുതാര്യമാക്കേണ്ടത് ഏതൊരു ജനാധിപത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. എന്നാൽ ആ പ്രക്രിയയെ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതും നിയമസഭാംഗങ്ങൾ തന്നെ അക്രമത്തിന് നേതൃത്വം നൽകുന്നതുമൊക്കെ ഭയാനകമായിട്ടുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. മുർഷിദാബാദിലെ ഈ അക്രമം വെറുമൊരു പ്രതിഷേധമല്ല, മറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം തന്നെയാണ്. വരും ദിവസങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയം ഈ SIR യുദ്ധത്തിൽ കൂടുതൽ ചൂടുപിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.